കാസർഗോഡ് മലയോര മേഖലയിലുണ്ടായ ഭൂചലനത്തിൽ വെള്ളരിക്കുണ്ട് തഹസിൽദാർ ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല, വിശദമായ പഠനം നടത്തുമെന്ന് വെള്ളരിക്കുണ്ട് തഹസിൽദാർ PV മുരളി 24നോട് പറഞ്ഞു. വളരെ ചെറിയൊരു ഭൂചലനമായിരിക്കാം എന്ന് പറഞ്ഞു. ഇക്കാര്യത്തിൽ റിപ്പോർട്ട് കൺട്രോൾ റൂമിലേക്ക് അന്നേരം തന്നെ അറിയിച്ചു. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് മുഖേന ജിയോളജി വകുപ്പിന് നിർദ്ദേശം കൊടുക്കാൻ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. ജിയോളജി വകുപ്പിന് ഇക്കാര്യത്തിൽ നിർദ്ദേശം നൽകും. പഠനം നടത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. കൂടുതൽ വിശദാംശങ്ങളുമായി അരുൺ പാറക്കലാണ് ചേരുന്നത്. അരുൺ, റിക്ടർ സ്കെയിലിൽ ഈ ഭൂചലനത്തിന്റെ തോത് രേഖപ്പെടുത്തിയിട്ടില്ല എന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്നും തഹസിൽദാർ അറിയിക്കുന്നു. വിശദമായ പഠനം നടത്തുമെന്ന് പറയുമ്പോൾ ഈ ഒരു പ്രദേശത്തെക്കുറിച്ചാണോ, എന്താണ് അദ്ദേഹം പറയുന്നത്? പ്രവിധ ഭൂചലനത്തിൽ ആശങ്ക വേണ്ട എന്ന് തന്നെയാണ് ദുരന്ത നിവാരണ അതോറിറ്റിയും അതുപോലെ തന്നെ വെള്ളരിക്കുണ്ട് തഹസിൽദാരും അറിയിച്ചിരിക്കുന്നത്. അറബിക്കടലിന് പടിഞ്ഞാറ് ഭാഗത്ത് അറബിക്കടലിൽ ലക്ഷദ്വീപിന് പടിഞ്ഞാറ് ഭാഗത്തുണ്ടായ 3 ചെറിയ ഭൂകമ്പങ്ങളാണ് അതിൻ്റെ ഒരു ഇതായിരിക്കാം ഇവിടെ ഉണ്ടായത്. അതായത് കാസർഗോഡ്, വെള്ളരിക്കുണ്ട്, ഹോസ്ദുർഗ് താലൂക്കുകളിൽ ഉണ്ടായത് അതിൻ്റെ ഒരു പ്രതിഫലമായിരിക്കാം എന്നാണ് ഇപ്പോൾ പറയുന്നത്. അറബിക്കടലിലുണ്ടായ ഭൂചലനങ്ങളുടെ തോത് 4.7, 4.3, 4.2 എന്നിങ്ങനെയായിരുന്നു. ഇന്നലെ 1:10 കൂടിയാണ് ഹോസ്ദുർഗ് താലൂക്കിൽ ആദ്യം ഭൂചലനം ഉണ്ടാകുന്നത്. അതിനുശേഷം വെള്ളരിക്കുണ്ട് താലൂക്കിലെ പല ഭാഗങ്ങളിലും 5 പഞ്ചായത്തുകളിലാണ് ഈ 5 പഞ്ചായത്തുകളിലെ പല ഭാഗങ്ങളിലുമാണ് ഈ ഭൂചലനം ഉണ്ടായത്. അത് രാത്രി 1:35 കൂടിയാണ് ചെറിയ ശബ്ദമുണ്ടായി. ചില പ്രദേശങ്ങളിൽ പാത്രങ്ങളൊക്കെ ഇങ്ങനെ ചലിച്ചു. ആളുകളൊക്കെ പുറത്തേക്ക് ഇറങ്ങി ഓടുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും വിഷയത്തിൽ ഈ ആശങ്ക വേണ്ട എന്ന് തന്നെ അറിയിച്ചിരിക്കുന്നു ദുരന്ത നിവാരണ അതോറിറ്റിയും അതുപോലെ തന്നെ വെള്ളരിക്കുണ്ട് തഹസിൽദാരും അറിയിച്ചിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഒരു പരിശോധന നടത്തി. ആ പരിശോധനയുടെ റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് സമർപ്പിച്ചിട്ടുണ്ട്. ഇനി ജിയോളജി വകുപ്പ് ഈ വിഷയത്തെക്കുറിച്ച് പഠിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തഹസിൽദാർ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചു. അത് ഉടൻ തന്നെ ആ പഠനം, അതായത് ജിയോളജി വകുപ്പിൻ്റെയും ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെയും ഒരു വിശദമായ പഠനമുണ്ടാവും. ആളുകൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. പ്രവിധ, ശരി, അങ്ങനെ വിശദമായ പഠനം ഉണ്ടാകുമെന്ന് അറിയിക്കുന്നുണ്ട് തഹസിൽദാർ. എന്തായാലും ഭയപ്പെടേണ്ട സാഹചര്യം നിലവിലില്ല എന്നും അദ്ദേഹം പറയുന്നു. അരുൺ പാറക്കലാണ് വിവരങ്ങൾ നൽകിയത്.